ഹായ് ഹലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ എങ്ങനെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നതെന്നാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ച് തരാമെന്ന് വിൻചേട്ടൻ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാനും വിൻചേട്ടനും അവിടെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. പിന്നെ എനിക്ക് കേക്ക് ഉണ്ടാക്കണം. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ എവിടെ നോക്കിയാൽ ലൈറ്റ്സ് ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വിൻ്റർ വണ്ടർലാൻഡ്, സ്വാൻസിലെ വിൻ്റർ വണ്ടർലാൻഡാണിത്. അപ്പോൾ ഇവിടെയൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഇവിടെയൊക്കെ വരുന്ന വീഡിയോസൊക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇടാം. അപ്പോൾ ഞങ്ങൾ നേരെ എത്തി. നേരെ കോട്ടണിലേക്കാണ് പോയത്. എന്നോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് വെച്ചാൽ മേടിച്ചോണം, എന്ത് കണ്ടാലും നമ്മളത് അന്നേരം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെടുക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, എന്താ മേടിക്കണമെന്ന്. അപ്പം ഞാൻ ഓർത്തു എനിക്ക് സ്കിൻ കെയറിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലോറിയൽ പാരീസിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് മേടിക്കാനായിട്ട് കയറി. അത് കൊളാജൻ എക്സ്പേർട്ട്. അത് നല്ല മതി 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 ചേട്ടാ. അതെന്തുവാ? അത് വേണ്ട, അത് നൈറ്റിലിടുന്ന മതിയെന്ന്. മതി വെച്ചിട്ട് ഇത് രണ്ടും മതി. നമുക്കിനി പ്രൈമാർക്കിൽ പോവാം. അങ്ങനെതാ ലോറിയൽ പാരീസിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ്, പിന്നെ മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്, അങ്ങനെ സിമ്പിളിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ്, അങ്ങനെ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ബില്ല് ചെയ്യാണ്. അത്യാവശ്യം എമൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ നേരെ പ്രൈമാർക്കിൽ കയറി എനിക്ക് ഡ്രസ്സും കൂടെ മേടിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ വിൻചേട്ടന് എനിക്ക് മേടിച്ചു തന്ന ഗിഫ്റ്റുകളാണിത്. ഇതൊക്കെ ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്ട്സും. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ നേരെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. റെഡ് വെൽവെറ്റ് ആണ് ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാ ട്രൈ ചെയ്ത് നോക്കുകയാണ്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ബേസ് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. 9 മണിയാകുമ്പോഴാണ് കേക്ക് കട്ടിങ് വെച്ചേക്കുന്നത്. അധികം ആരും ഇല്ല, ഞങ്ങളും പിന്നെ അഞ്ജനയും ചേട്ടനും നീലേട്ടനും ഒക്കെ മാത്രമേ ഉള്ളൂ. ചെറിയൊരു പരിപാടിയായിട്ട് ഞങ്ങൾ ഫങ്ഷനായിട്ട് വെച്ചതാണ്, എൻ്റെ ഒരു ആഗ്രഹത്തിന്. അപ്പോൾ വിൻചേട്ടൻ്റെ സർപ്രൈസ് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അത് വേറൊന്നുമല്ല, സിറ്റി സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ ഒരു ഫോൺ ഓർഡർ ചെയ്തു വിൻചേട്ടന്. വിൻചേട്ടന് പ്രോയും പ്രോ മാക്സും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് 17 ആണ് എടുത്തത്. അപ്പോൾ അത് ഒരു 1 വീക്കിനുള്ളിൽ കിട്ടും. അപ്പോൾ അതായിരുന്നു വിൻചേട്ടന് ഞാൻ കൊടുത്ത സർപ്രൈസ്. ഞാൻ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് 4 ഗിഫ്റ്റാണ് വിൻചേട്ടന് കൊടുത്തത്. ഒരെണ്ണം എയർപോഡായിരുന്നു, പിന്നെ ഇപ്പം ഫോണ്, പിന്നെ ഒരു കാർഡും ഒരു ഫ്ലവറും. അങ്ങനെ 4 ഗിഫ്റ്റാണ് ഞാൻ വിൻചേട്ടന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നത്. വിൻചേട്ടൻ പിന്നെ കുറേ ഗിഫ്റ്റുകൾ മേടിച്ചതുകൊണ്ട് 4 എന്നുള്ള അങ്ങനെ ഒരു നമ്പറൊന്നും വെച്ചില്ല. വിൻചേട്ടൻ എനിക്കിഷ്ടമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു തന്നു. അപ്പോൾ കേക്കിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഐസിങ് ചെയ്യാൻ പോവാണ്. ഐസിങ്ങിൻ്റെ ക്രീമൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. അഞ്ജനയും കൂടെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്കും പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഐസിങ്ങിനുള്ള ക്രീം ഒഴിച്ചു. ഇനി ഐസിങ് ചെയ്യണം. ഏകദേശം എനിക്ക് ഒട്ടും ടൈം കിട്ടാതെയാണ് ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കിയത്. പുറത്തൊക്കെ പോയതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പം ഇച്ചിരി ധൃതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില മിസ്റ്റേക്സൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്.
പിന്നെ ഞാൻ റെഡ് വെൽവെറ്റ് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേക്ക് മേക്കിംഗ് ഒക്കെ. അപ്പോൾ ആനിവേഴ്സറി ആയതുകൊണ്ട് എനിക്ക് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ബേസൊക്കെ വെച്ചു. അപ്പോൾ ഇനി ഐസിങ് ചെയ്യുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പേരെഴുതാനായിട്ടുള്ള നോസിൽ എല്ലാ കടയിലും നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി എന്ന് വെക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കി, പക്ഷെ അതൊന്നും എനിക്ക് കടയിൽ നിന്ന് കിട്ടിയില്ല. ലാസ്റ്റ് എഴുതാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു നോസിൽ വെച്ചിട്ട് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. പക്ഷേ ക്രീം ഭയങ്കര റണ്ണി ആയതുകൊണ്ട് തന്നെ ലെറ്റേഴ്സ് എല്ലാം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ബാക്കിയെല്ലാം ഓക്കെയാണ്. ആ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു പോരായ്മയുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഒന്നും പ്രോപ്പറായിട്ടില്ല. കാരണം എഴുതിയതൊക്കെ പതുക്കെ ഒലിച്ചു പോകാനായിട്ട് തുടങ്ങി. ടെമ്പറേച്ചർ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവിടുത്തെ ക്രീമുകളെല്ലാം ഭയങ്കര റണ്ണിയാണ്. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എല്ലാ ക്രീമുകളും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. ഞാനും മിൻചേട്ടനും അഞ്ജനയും ചേട്ടനും ഒക്കെ കൂടെയാണ് ഡെക്കറേഷൻ എല്ലാം ചെയ്തത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തു. ബലൂൺസും അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു. അവർ വരാൻ വേണ്ടിയിട്ടും കൂടെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ മിൻചേട്ടൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞാൽ കേക്ക് കട്ടിംഗ് ആണ്. അങ്ങനെ ഏകദേശം 9 മണിയായപ്പോഴത്തേക്കും ചേട്ടനും നീലിയേട്ടനും എല്ലാവരും എത്തി. അപ്പോൾ തന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഫോട്ടോ എടുക്കുന്നില്ലേ? ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നില്ലേ നിങ്ങൾ? അല്ല, മുറിക്കട്ടെ ആദ്യം. ഹാപ്പി ആനിവേഴ്സറി മകൻ വിളിച്ചേട്ടാ. എന്ത് സൗണ്ടൊക്കെ ആയിട്ട് വിളിക്കട്ടെ. അങ്ങനെയല്ല, ഫസ്റ്റ് ഹസ്ബൻഡ് വൈഫിന് കൊടുക്കും. അതെ, ഇത് വിഷയമാണ്. സെന്ററിൽ നിന്ന് എടുക്കണേട്ടാ. നേരെ നിന്ന് പഠിക്ക്. നല്ല കേക്ക് സ്വന്തം ഉണ്ടാകുന്നതുകൊണ്ട് നല്ല കേക്കാത്. അത് പിന്നെ എടുക്കാം. ഇതാദ്യം തരട്ടെ. താങ്ക് യു. അപ്പോൾ അഞ്ജനയും ചേട്ടനും നീലിയേട്ടനും ഒക്കെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു. ഫ്ലവേഴ്സ്, പെർഫ്യൂം, ചോക്ലേറ്റ്, അങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഗ്രാൻഡായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തുന്നത്. കാരണം കഴിഞ്ഞ 2 വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാനും മിൻചേട്ടനും 2 സ്ഥലത്തായിരുന്നു. ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ഞങ്ങൾക്ക് ആഘോഷിക്കാനും പറ്റിയില്ല. അപ്പോൾ ഇതാണ് പ്രോപ്പറായിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഞങ്ങളുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുഞ്ഞാപ്പി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. വീട്ടിലാരും ഇല്ലാത്തത് ഒക്കെ ഉണ്ട്. പക്ഷേ അത് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ ആഘോഷിക്കും. അപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി, കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറി. ഞാൻ ഫോൺ വരാത്തതുകൊണ്ട് ഫോണും പിന്നെ എയർപോഡ് നേരത്തെ ചേട്ടൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫോൺ വരാത്തത് കൊണ്ട് ഞാൻ കാർഡും ഫ്ലവറും മാത്രമാണ് കൊടുത്തത്. പിന്നെ വിൻചേട്ടൻ മേടിച്ച ഗിഫ്റ്റും എനിക്കും തന്നു. അങ്ങനെ എല്ലാം ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. വീഡിയോ വരണ്ടേ? വീഡിയോയിൽ വരണ്ടേത്? അത് പിന്നെ കാണിക്കാം. ഒന്നുകൂടെ നീ കൊടുത്തോ? നെറ്റിയില്ല. അയ്യോ, മതി.